നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 16. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം ഭാഗവത മാഹാത്മ്യം അധ്യായം 1 ശ്ലോകം 62 എന്ന് പറയേണ്ടത്. 62 മുതൽക്ക്. ഭക്തിരുവാച കഥം പരീക്ഷിതാരാജ്ഞാ സ്ഥാപിതോ ഹി അശുചി കലി പ്രവൃത്തേതു കലോ സർവസാര കുത്രഗതോ മഹാൻ. കഥം പരീക്ഷിതാരാജ്ഞാ സ്ഥാപിതോ ഹി അശുചി കലി പ്രവൃത്തേ തുകലോ സർവസാര കുത്രഗതോ മഹാൻ. ഇവിടെ വാക്കിൻ്റെ അർത്ഥം പറയണു. പരീക്ഷിത രാജ്ഞ, പരീക്ഷിത്തു രാജാവിനാൽ അശുചി കലി, അശുചി കലി. അവിടെ സ്ഥാപിതോ ഹ്യശുചി എന്നാണ് വാക്ക്. 3 അക്ഷരമേ ഉള്ളൂ. പക്ഷേ അത് ഹി അശുചി തന്നെ അർത്ഥം വരണം. അല്ലെങ്കിൽ എന്താണെന്ന് പറയുക, നെഗറ്റിവിറ്റിക്ക് പകരം പോസിറ്റിവിറ്റി ആവും. ശുചി എന്ന് പറഞ്ഞാൽ ഹി അശുചി എന്നല്ല, ഹി അശുചി. അപ്പോൾ അശുചി കലി, മലിനസ്വരൂപനായ കലി. അപ്പോൾ കലി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കലികാലം എന്ന് പറഞ്ഞാൽ ദുഃഖകാലം എന്നർത്ഥം വരുന്നില്ല, മലിനമായിട്ടുള്ളതെന്ന് അർത്ഥം. മലിന സ്വരൂപനായ കലി. അപ്പോൾ സ്വരൂപം നിർമ്മലമായാൽ എന്തായി? ഈശ്വരനായി. കലിയുടെ സ്വരൂപം എന്താ? മലിന സ്വരൂപം. അപ്പോൾ മാലിന്യം മനസ്സിൽ തട്ടാതെ കണ്ടിരുന്നാൽ മതി. അപ്പോൾ കഥം സ്ഥാപിത, എങ്ങനെ നിലനിർത്തപ്പെട്ടത്? സ്ഥാപിതം കഥം സ്ഥാപിത, എങ്ങനെ നിലനിർത്തപ്പെട്ടത്? കലോ പ്രവൃത്തേതു, കലി പ്രവൃത്തനായപ്പോൾ. കലി പ്രവൃത്തി ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. കലി പ്രവൃത്തനായപ്പോൾ മഹാൻ സർവസാര, മഹത്തായ സർവസാരം കുത്രഗത, എവിടെ പോയി? നോക്കൂ, ഒരു ക്വാളിറ്റേറ്റീവ് ടേംസാണ്. എന്താ? സർവ ആൾക്കാരെവിടെ പോയി എന്നല്ല, സർവസാരം എവിടെ പോയി എന്നാ. സാരം എന്ന് പറഞ്ഞാൽ എസൻസ് എന്നർത്ഥം പറയണം. അപ്പോൾ ഭാഗവതം പഠിക്കുമ്പോൾ ഒരു 100% ശ്രദ്ധ ആവശ്യമാണ്. ശ്രദ്ധവാൻ ലഭതേ കാര്യം. ശ്രദ്ധ വേണം, ഭയപ്പെടരുത്. ഇത്രയൊക്കെ പഠിക്കാൻ പറ്റുമോ? പറ്റും. ഉള്ളിലുള്ള ജഗദീശ്വരൻ്റെ അനുഗ്രഹാസസ് ഉണ്ടെങ്കിൽ, നമ്മുടെ മനസ്സ് മലീനസപ്പെട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പറ്റും. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം ഇനി നോക്കാം. എന്താ? ശ്രീ ഭക്തി പറഞ്ഞു. എന്തിനാ ഭക്തി പറഞ്ഞു എന്ന് പോരെ? ശ്രീ. അപ്പോൾ ഭക്തി ആണോ പെണ്ണോ? ഇവിടെ കഥയിലെ സ്ത്രീ രൂപമാണ്. പക്ഷേ സ്ത്രീ എന്നുള്ളത് ഐശ്വര്യമാണ്. എന്തൊരു സ്ത്രീ ഉള്ള ആളാ. അത് സ്ത്രീ ആവാം, പുരുഷനാവാം. സ്ത്രീത്വമല്ല, സ്ത്രീത്വം. ഇറ്റ് ഈസ് എ ക്വാളിറ്റേറ്റീവ് ടേംസാണ്. അപ്പോൾ ഇവിടെ സർവസാരം എന്നാണ് പറഞ്ഞത്. സർവസാരം കുത്രഗത, എവിടെ പോയി? തൻ്റെ ദുഃഖത്തിന് കാരണം കലിപ്രവേശമാണെന്നറിഞ്ഞപ്പോൾ ശ്രീ ഭക്തി നാരദനോട് ചോദിക്കുന്നു. വളരെ സാവകാശം പോയാൽ മതി. തൻ്റെ ദുഃഖത്തിന് കാരണം കലിപ്രവേശമാണെന്നറിഞ്ഞപ്പോൾ ശ്രീ ഭക്തി നാരദനോട് ചോദിക്കുന്നു. ഹേ മുനെ, പാപപ്രവൃത്തികളിൽ ജനങ്ങൾക്ക് താല്പര്യത്തെ ജനിപ്പിക്കുന്നത് കൊണ്ട് പാപനിരതനായ കലി ഹനിക്കപ്പെടുവാൻ യോഗ്യനായിരിക്കെ, ശ്രദ്ധിക്കണം, യോഗ്യനായിരിക്കെ, കൊല്ലപ്പെടാൻ, വധിക്കപ്പെടാൻ യോഗ്യനായിരിക്കെ പരീക്ഷിത്ത് മഹാരാജാവ് ആ വിധം ചെയ്യാതെ അതിനെ രക്ഷിപ്പാനെന്തു കാരണം? എനിക്കും നിങ്ങൾക്കും സ്വാഭാവികമായിട്ടുണ്ടാവേണ്ടതാണ്. ഇത്ര വലിയ
ഭഗവാൻ മഹാവിഷ്ണുവാൽ പരിരക്ഷിക്കപ്പെട്ട പരീക്ഷിത്ത് കലീനെ എന്തിനിങ്ങനെ സ്വതന്ത്രമായിട്ട് വിട്ടു? ഇതാണ് ചോദ്യം. ഇനി പരീക്ഷിത്തും കലിയും കൂടിയിട്ടുള്ള സംസാരം കേട്ടാലേ നമ്മൾക്ക് അതിനുള്ള തക്കതായ കാരണം, നീതിപൂർവമായ കാരണം നമുക്ക് പറയാൻ പറ്റുള്ളൂ. എപ്പോഴും നമ്മളൊരു ജഡ്ജ്മെൻറ്റ് പാസ്സാക്കുമ്പോൾ നീതിബോധം വേണം. ആരാണ് ശരി, ആരാണ് തെറ്റ്. അപ്പോൾ പറഞ്ഞു രക്ഷിപ്പാൻ എന്ത് കാരണം? അത് ഒന്നാമത്തെ ചോദ്യം. ഭക്തിയുടെ ചോദ്യം, പരീക്ഷിത്ത് കലിയെ നിഗ്രഹിക്കാതെ കണ്ടിരിക്കാനുള്ള കാരണം എന്താണ്? കലി ലോകത്തിൽ പ്രവേശിച്ചപ്പോൾ സർവ്വ വസ്തുക്കളുടെയും സാരം എവിടെ പോയി? വസ്തുക്കളുണ്ട്, അതിൻ്റെ സാരമില്ല, എസൻസ് ഇല്ല. കരിമ്പുണ്ട്, കരിമ്പിൻ ചണ്ടിയുണ്ട്, കരിമ്പിൻ്റെ രസം പോയി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതൊന്നിനും പറ്റില്ല, തീ കത്തിക്കാനേ പറ്റുള്ളൂ. ചതല് വിറകുണ്ട്, ചതല് പിടിച്ചു പോയി, എന്ത് ചെയ്യാൻ പറ്റും? കത്തിക്കാൻ പറ്റുമോ? ഇല്ല. സിലിണ്ടറുണ്ട്, ഗ്യാസ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഭാര്യയ്ക്ക് ഭാര്യയുണ്ട്, ഭർത്താവിന് ഭർത്താവുണ്ട്. രണ്ടുപേരും ശണ്ട കൂടുന്നവരാണ്, ബുദ്ധിപൂർവം പെരുമാറുന്നില്ല. എന്താ വല്ല കാര്യമുണ്ടോ? മക്കളുണ്ട്, പക്ഷേ മക്കൾ അച്ഛനെ അമ്മേനെയും ദ്രോഹിക്കുന്നവരാണെങ്കിൽ ആ മക്കളെ കൊണ്ട് എന്താണ് കാര്യം? ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, ബാങ്കിൽ കാശില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ നമ്മളൊരു വെജിറ്റേറിയൻ എക്സിസ്റ്റൻസ് ആയതുകൊണ്ട് കാര്യമുണ്ടോ? സ്വാഭാവികമായുള്ള ബുദ്ധി ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഈശ്വരീയത ഇല്ലെങ്കിൽ, ഈശ്വരാനുഗ്രഹം ഇല്ലെങ്കിൽ, പറയാറില്ലേ ആയുധത്തിന് ഈശ്വരാനുഗ്രഹം ഇല്ലെങ്കിൽ വജ്രത്തിന് പുല്ലിൻ്റെ വില, ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ പുല്ലിന് വജ്രത്തിൻ്റെ ബലം. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ചോദ്യം ചോദിച്ചു, പരീക്ഷത്ത് എന്തുകൊണ്ട് കലിയെ നിഗ്രഹിച്ചില്ല. രണ്ടാമത്തെ ചോദ്യം ചോദിക്കാൻ പോണത്, കലി ലോകത്തിൽ പ്രവേശിച്ചപ്പോൾ സർവ്വ വസ്തുക്കളുടെയും സാരം എവിടെ പോയി? സാരത്തിന് ആധാരമായ മഹത് വസ്തുക്കളെ കാണാത്തത് കൊണ്ട് സാരത്തിന് ഇരിപ്പിടം എവിടെ? കാരണം ഇതെവിടെ പോയി എന്നറിയണ്ടേ നമുക്ക്? അതാണ് രണ്ടാമത്തെ ചോദ്യം. അത് കഴിഞ്ഞാൽ ഇനി 63-ാമത്തെ ശ്ലോകം വരുന്നു. കരുണാപരേണ ഹരിണാപി ധർമ്മ കഥം ഈക്ഷതേ ഇമം മേ സംശയം ചിന്തി തദ്വാചാ സുഖിതാസ്മ്യഹം. കരുണാപരേണ ഹരിണാപ്യധർമ്മ കഥം ഈക്ഷതേ ഇമം മേ സംശയം ചിന്തി. സംശയം ചിന്തിപ്പോണു എന്നാണ് പറഞ്ഞതേ, സംശയം സാധൂകരിക്കണില്ല. സംശയം ചിന്തി തദ്വാചാ സുഖിതാസ്മ്യഹം. അപ്പോൾ അതിൻ്റെ അർത്ഥം പറയാം. കരുണാപരേണ എന്ന് പറഞ്ഞാൽ ദയാലുവായ, ഹരിണ അഭി ഹരിയാലും, അതായത് ഭഗവാനാലും, അധർമ്മ കഥമീക്ഷതേ ഹരിണ അഭി അധർമ്മ, അധർമ്മ ധർമ്മ എന്നല്ല, ഹരിണ അഭി അധർമ്മ കഥമീക്ഷതേ. അപ്പോൾ അധർമ്മ കഥമീക്ഷതേ, അധർമ്മം എങ്ങനെ ഈക്ഷിക്കപ്പെട്ടു? അധർമ്മം എങ്ങനെ ഈക്ഷിക്കപ്പെട്ടു? ഈക്ഷിക്കുക എന്ന് പറഞ്ഞാൽ കാണാം. ഇമം മേ സംശയം, എൻ്റെ ഈ സംശയത്തെ ഛേദിച്ചാലും, സംശയം നിവൃത്തി വരുത്തി തന്നാലും, തദ്വാച അങ്ങയുടെ വാക്കിനാൽ, അഹം സുഖിത അസ്മി ഞാൻ സുഖമുള്ളവളായിരിക്കുന്നു. ഭക്തി പറയാണ്, ഹേ നാരദരെ, അങ്ങയുടെ സാമീപ്യം കൊണ്ട് തന്നെ അഹം സുഖിത അസ്മി, ഞാൻ സുഖമുള്ളവനായിരിക്കുന്നു. ഇത്രയും പറഞ്ഞാൽ ഇനി അതിൻ്റെ ഒരു ഭാവാർത്ഥം പറയണം. എന്ന് മാത്രമല്ല, ഏത് മാത്രമല്ല, ശ്രീഭക്തിയുടെ ചോദ്യം ഉണ്ടല്ലോ, അത് മാത്രമല്ല, ദയാപരനായ ശ്രീഹരിയും കൂടെ അധർമ്മതൽപരനായിരിക്കുന്ന ഈ കലിയെ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്ങനെ? പരീക്ഷിത്ത് ഇനി സാരമില്ല, രാജാവാണെന്ന് വിചാരിക്കുക. പക്ഷേ ഭഗവാൻ ശ്രീനിവാസൻ, ജഗന്നിവാസൻ കണ്ടുകൊണ്ട് എങ്ങനെ എഴുതിയിരിക്കണത്? ദയാപരനായ ശ്രീഹരിയും കൂടെ അധർമ്മതൽപരനായിരിക്കുന്ന ഈ കലിയെ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെ? ഹേ മുനേ, എൻ്റെ ഈ സംശയത്തെ അങ്ങ് തീർത്തു തരണം.
അപ്പോൾ സംശയം ഉണ്ടാവാം, പക്ഷേ സംശയം തീർത്ത് തരാൻ പറ്റിയ ആൾക്കാരെ കണ്ടുമുട്ടണം. അങ്ങയുടെ വാക്കുകൾ കേൾക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ സുഖം അനുഭവിക്കുന്നു. അങ്ങയുടെ വാക്കുകൾ കേൾക്കുന്നത് കൊണ്ട് ഞാൻ സുഖം അനുഭവിക്കുന്നു. ഇതിനെങ്ങനെ നമ്മൾ പ്രായോഗിക ശാസ്ത്രത്തിൽ പറയാം? ഒരാൾ എന്നോട് വന്നിട്ട് ഭാഗവതം പറയുമോ ചോദിക്കണം. പറയാമെന്ന് പറയണു. അതോടുകൂടി ചോദിച്ച ആൾക്ക് സന്തോഷമായി. ഭാഗവതം മുഴുവൻ പറഞ്ഞോ? ഇല്ല. ഭാഗവതം കിടക്കുകയാണ്. ഒരു 4-5 കൊല്ലം എടുക്കുമ്പോൾ എനിക്കറിയില്ല. ഞാനല്ലാതെ എൻ്റെ കൺട്രോളർ. സമയമാകുന്ന കാലപുരുഷനാണ് എന്നിലിരുന്നിട്ട് ഇതിന് നിയന്ത്രിക്കണത്. അപ്പോൾ ഒരു കാര്യം ചോദിച്ചാൽ പോസിറ്റീവായിട്ടുള്ള ഒരു റിപ്ലൈ വന്നാൽ തന്നെ നമുക്ക് സന്തോഷമായി. അതേപോലെ വേറൊരാളോട് എനിക്കൊരു 100 രൂപ വേണം, ഇപ്പോൾ ഇല്ല, നാളെ തരാട്ടോ എന്ന് പറഞ്ഞാൽ തരാട്ടോ എന്ന് ആര് പറഞ്ഞു? അയാളെ നമ്മൾ ദൈവതുല്യനായിട്ട് കണക്കാക്കുകയാണ്. അല്ലെങ്കിൽ കേട്ട ആൾക്ക് റേഷൻ വാങ്ങാനാവും. അത് ഇന്ന് സാധിച്ചില്ലെങ്കിൽ നാളെ സാധിക്കും എന്നുള്ളൊരു പോസിറ്റീവ് ഔട്ട്ലുക്ക് ആ വ്യക്തിക്ക് ഉണ്ടാവുക കാരണം സമാധാനമായി. അപ്പം ഞാനും നിങ്ങളും അനവരതം പോസിറ്റിവിറ്റി ഉള്ള വാക്കുകളെ ഉപയോഗിക്കാവൂ. പാഴ്വാക്കുകൾ നമ്മൾ ഉപയോഗിക്കരുത്. പാഴ്വാക്കുകൾ ഉപയോഗിച്ചാൽ നമ്മളെ മറ്റുള്ളവർ തൂക്കി നോക്കും. ഓ, ഇയാൾ തരാമെന്ന് പറഞ്ഞു, തന്നില്ല, ഇയാൾ വലിയൊരു ആചാര്യനാണത്ര, ഭാഗവതം പറയാൻ പറഞ്ഞില്ല, അത് മതി. അപ്പോൾ ആശ്രയദോഷം. എന്താ ആശ്രയദോഷം? കഴിവുള്ള ഒരാളോട് നമ്മളൊരു ആഗ്രഹം ചോദിച്ചാൽ ഇല്ലയെന്ന് നെഗറ്റിവിറ്റിയാണ് പറഞ്ഞ് വിചാരിച്ചാൽ അയാൾക്ക് അതിനുള്ള കഴിവുണ്ടായിട്ട് എന്താ കാര്യം? 100 രൂപ തരാൻ കഴിവുള്ള ഒരാൾ തിരിച്ച് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് തരില്ല, ഇല്ല എന്ന് പറഞ്ഞാൽ ആർക്കാ അതിൻ്റെ മോശം? ചോദിച്ച ആൾക്കാണോ? അല്ല. അപ്പം നമ്മൾ ഓരോരുത്തരും ഗിവറായിരിക്കണം. കൊടുക്കുന്നവൻ്റെ കൈ മേലെയും വാങ്ങുന്നവൻ്റെ കൈ താഴെയാണ്. അപ്പം സ്നേഹം കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കൂ. കിട്ടിയാലേ കൊടുക്കൂ എന്ന് പറയരുത്. കൊടുത്തത് കിട്ടിയിട്ടില്ലെങ്കിലും അതാണ് നിഷ്കാമകർമ്മം. സ്നേഹിക്കുക എന്നുള്ളതിനേക്കാൾ സ്നേഹിക്കപ്പെടുക. അപ്പം ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കപ്പെടുന്നുണ്ടോ? എന്നെ എന്നല്ല പറയേണ്ടത്. അപ്പോൾ എൻ്റെ ചുമതലകൾ നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ തുടങ്ങിയാൽ എനിക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാവും. അപ്പോൾ ഇവിടെ പറയണു, ഞാൻ സുഖമുള്ളവനായിരിക്കുന്നു എന്ന് പറഞ്ഞുവല്ലോ. അപ്പോൾ എന്ന് മാത്രമല്ല, ദയാപരനായ ശ്രീഹരിയും കൂടെ അധർമ്മതർപ്പണനായിരിക്കുന്ന ഈ കലിയെ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെ? ഹേ മുനെ, എൻ്റെ ഈ സംശയത്തെ അങ്ങ് തീർത്ത് തരണം. അങ്ങയുടെ വാക്ക് കേൾക്കുന്നത് കൊണ്ട് ഞാൻ സുഖം അനുഭവിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഭക്തിയുടെ ഭാഗം കഴിഞ്ഞു. ഇനി ഭക്തിയോടെ നാരദർ ഉത്തരം പറയണം. നാരദ ഉവാച. 64-ാമത്തെ ശ്ലോകം നോക്കിക്കോളൂ. യതി പൃഷ്ടസ്ത്വയാ ബാലേ പ്രേമദശ്രവണം ഗുരു സർവം വക്ഷ്യാമി തേ ഭദ്രേ കശ്മലം തേ ഗമിഷ്യതി. യതി പൃഷ്ടസ്ത്വയാ ബാലേ പ്രേമദശ്രവണം ഗുരു സർവം വക്ഷ്യാമി തേ ഭദ്രേ കശ്മലം തേ ഗമിഷ്യതി. നാരദൻ എന്താ പറഞ്ഞത്? ഹേ ബാലേ, അവിടെ വാക്കാർത്തില്ല. ഹേ ബാലേ, ഹേ തരുണി, നിന്നാൽ പ്രേമപൂർവം ചോദിക്കപ്പെട്ടതിനാൽ നിന്നോട് സർവസംഗതികളും പറയാം. അപ്പോൾ ഒരു കാര്യം, ഒരു ഗുണപാടുണ്ട് അവിടെ. ചോദിക്കുന്ന ആൾ എങ്ങനെ ചോദിക്കണം? പ്രേമപൂർവം. പ്രേമം എന്ന് പറഞ്ഞാൽ ഇഷ്ടം ഘനീഭവിച്ചത് എന്നൊക്കെ അർത്ഥം പറയണം. അപ്പം വെറും ഇഷ്ടം ഉണ്ടായാൽ പോരാ, പ്രേമം തന്നെ വേണം. ആ പ്രേമം മമതയ്ക്ക് വേണ്ടിയിട്ടായിരിക്കരുത്, പ്രീതിജനകമായിട്ടാണ്. അപ്പം ഞാൻ ഭാഗവതം പറയണം എന്ന് ഒരാൾ എന്നോട് പറയുമ്പോൾ അത് മറ്റുള്ളവർക്ക് കൂടി ഉപകാരമായി തീരട്ടെ, അങ്ങനെയല്ലേ? അതാണല്ലോ ഉദ്ദേശശുദ്ധി. ആ ഉദ്ദേശശുദ്ധിയെ നമ്മൾ മാനിക്കണം. അപ്പോൾ ഇവിടെ പറഞ്ഞു ചോദിക്കപ്പെട്ടതിനാൽ. ചോദിക്കാതെ കൊണ്ടൊന്നും പറയാൻ പാടില്ല. വരൂ ഞാൻ ഭാഗവതം പറയാൻ പാടില്ല. ഒരാൾ ചോദിക്കണം. പാത്രാനുഭൂതി എന്ന് പറയും.
അപ്പോൾ നിന്നോട് സർവ്വസംഗതികളും പറയാം, ശ്രദ്ധയാ കേൾക്കുക. ആ ശ്രദ്ധവാൻ ലഭതേ കാര്യം, അത് നമ്മൾ മറക്കാൻ പാടില്ല. ഹേ ഭദ്രേ, നിൻ്റെ മനോമൗഢ്യം ഇത് കേൾക്കുന്നത് കൊണ്ട് തന്നെ തീരും. മനോമൗഢ്യം, മനസ്സിനുള്ള മൗഢ്യം ഈ ഭാഗവതം കേൾക്കുന്നത് കൊണ്ട് നമുക്ക് തീർന്നു കിട്ടും. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? മുഖവലിക്ക് എടുക്കണം. എനിക്ക് പ്രായമായിരുന്നോ, എനിക്ക് അസൗകര്യങ്ങളുണ്ടോയെന്നോ അതൊന്നും പറയരുത്. എനിക്ക് ഭാഗവതം പഠിക്കണം എന്നൊരു ത്വരിത ഉണ്ടായാൽ കാര്യം നടക്കുകയും. ഇനി 65-ാമത്തെ ശ്ലോകം നോക്കുക. യഥാ മുകുന്ദോ ഭഗവാൻ ശ്മാം ത്യക്വാ സ്വപദം ഗതാ തദ്ദിനാത് കലിരായാത സർവസാധനബാധകഃ. യഥാ മുകുന്ദോ ഭഗവാൻ ശ്മാം ത്യക്വാ സ്വപദം ഗതാ തദ്ദിനാത് കലിരായാത സർവസാധനബാധക. വളരെ സിമ്പിളാണ്. യഥാ മുകുന്ദോ ഭഗവാൻ മുകുന്ദ, അതാണ് കർമ്മം ചെയ്യുന്ന ആൾ അല്ലേ, അല്ലെങ്കിൽ നാമെന്നൊക്കെ പറയും. ഭഗവാൻ മുകുന്ദ, അവിടെ ഭഗവാൻ എന്നുള്ളതിന് അർത്ഥം പറയുന്നുണ്ട്. ഷഡ്ഗുണപരിപൂർണനായ മുക്തിപ്രദൻ. എന്താ ഷഡ്ഗുണ പരിപൂർണനായ എന്ന് പറഞ്ഞാൽ 6 ഗുണങ്ങൾ പരിപൂർണനാവനായാണ് ഭഗവാൻ. നമ്മൾ പരിപൂർണന്മാരാണോ? അല്ല. നമ്മൾ ഫൈനൈറ്റാണ്, ലിമിറ്റഡാണ്. നമ്മുടെ അറിവ് പരിമിതിയുണ്ട്. ഭഗവാന് പരിമിതികളില്ല. നമ്മൾക്ക് പരിധികളുണ്ട്, ഭഗവാന് പരിധികളില്ല. അപ്പോൾ ഐശ്വര്യം, ദയ, കാരുണ്യം, ആദരവ്, സർവശക്തി, ഇതൊക്കെ ഭഗവാന്റെ ഗുണങ്ങളാണ്. ഇതൊക്കെ നമ്മൾക്ക് പരിപൂർണ്ണമല്ലല്ലോ. ജനിച്ച ഒരു 3-4 കൊല്ലം നമ്മൾക്ക് സംസാരിക്കാൻ തന്നെ പറ്റില്ല, പിന്നെ എങ്ങനെ നമ്മൾ പരിപൂർണനാവുക? അതേമാതിരി മരിക്കാറാവുമ്പോഴും അത് നമ്മൾക്ക് രോഗപീഠകളൊക്കെ വന്ന് അനങ്ങാൻ സാധിക്കാതെ കൊണ്ട് വരും. അപ്പോൾ ഭഗവാൻ ജനിച്ചിട്ടുമില്ല, മരിച്ചിട്ടുമില്ല, ജനിക്കണമില്ല, മരിക്കണമില്ല. അപ്പോൾ ഭഗവാൻ എല്ലായ്പ്പോഴും പരിപൂർണനാണ്. അതാണ് ഇപ്പോൾ ആ ഷഡ്ഗുണ പരിപൂർണനായ മുക്തിപ്രദൻ. മുകുന്ദൻ എന്നുള്ളതിനെന്താണ്? മുക്തിയെ പ്രദാനം ചെയ്യാൻ കഴിവുള്ളവൻ. ശ്മാം ത്യക്ത്വ, ശ്മാം എന്ന് പറഞ്ഞാൽ ഭൂമി എന്നർത്ഥമായി. ഭൂമിയെ ത്യക്ത്വ, ഭൂമിയെ ഉപേക്ഷിച്ചിട്ട് സ്വപദം യഥാഗത, എപ്പോൾ സ്വന്തം സ്ഥലത്തിലേക്ക് പോയോ, വൈകുണ്ഠത്തിലേക്ക് പോയോ എന്ന് പറഞ്ഞാൽ ഭഗവാൻ വാഗ്മയി രൂപമായിട്ട് എവിടെ ഇരിക്കണമെന്നാണ് ഇതുവരെ പറഞ്ഞു വന്നത്? അവരവരുടെ മനസ്സിൽ. സർവജീവ ഗുഹാശയ, എല്ലാ ജീവജാലങ്ങളുടെയും മനസ്സിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. അപ്പോൾ കോഴിയിലും ആടിലും കാളയിലും പോത്തിലും പന്നിയിലും ഭഗവാൻ ഇരിക്കണമെന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെ നമ്മൾ കണ്ടിച്ച് തിന്നുക? ഋഷീശ്വരന്മാർ മരങ്ങളിലും കൂടി ഇത് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് മരങ്ങൾ വെട്ടാതെ കണ്ട് ഗുഹയിൽ പോയിരുന്നിരുന്നത്. മരം പൊഴിക്കുന്നതായ ഇലകൾ തിന്നിട്ടാണ് ഋഷീശ്വരന്മാർ കഴിഞ്ഞിരുന്നത്. നമ്മളെ പോലെ അവിയലും കാളനും ഓലനും കൂടിയിട്ടല്ല. ഒരു കാലത്ത് നമ്മളും കഞ്ഞി മാത്രം കഴിച്ച് വളർന്നിട്ടുള്ള ആൾക്കാരാണ്. പിന്നെയാണ് നമുക്കൊന്ന് തൊട്ട് നിൽക്കണം തോന്നിയത്. അപ്പോഴാണ് നമ്മൾ ആരും പണ്ട് പച്ചക്കറി കാശ് കൊടുത്ത് വാങ്ങിയിരുന്നില്ല. പച്ചക്കറി വാങ്ങണവർ ആദ്യം വാങ്ങാൻ പഠിച്ചത് എന്താ? ഉരുളക്കിഴങ്ങും ഉള്ളി. ഇത് രണ്ടും ശരീരത്തിൽ കാർബോഹൈഡ്രേറ്റ് ജാസ്തി ഉള്ളതാണ്. അതൊന്നും മനസ്സിലാക്കിയിട്ടല്ലല്ലോ. കാശ് വന്നപ്പോൾ നമ്മൾക്ക് കുറച്ച് ഇഗോ വന്നു. ഇഗോ പൂർത്തീകരണത്തിന് നമ്മൾ പലതും കണ്ണടച്ച് സ്വീകരിക്കാൻ തുടങ്ങി. അപ്പം ഇവിടെ ഭൂമിയെ ഉപേക്ഷിച്ച് സ്വപദം യഥാഗത, സ്വസ്ഥാനത്തെ എപ്പോൾ പ്രാപിച്ചുവോ, വൈകുണ്ഠത്തിലേക്ക് എപ്പോൾ മടങ്ങിപ്പോയി. തദ്ദിനാത്, ആ ദിവസം മുതൽ, തദ്ദിനാത് സർവസാധനബാധക, സകല സാധനങ്ങളെയും നശിപ്പിക്കുന്ന കലി ആയാതക, കലി ആഗതനായി സർവവസ്തുക്കളെയും നശിപ്പിക്കും.
കലി ആയത കലി ആയത. അപ്പോൾ അവിടെ കലിരായത എന്ന വാക്ക് അങ്ങനെ വായിക്കരുത്. കലി ആയത തദ്ദിനാൻ കലി ആയത എന്ന് വരും. പേടിക്കണ്ട, ഒക്കെ ശരിയാവും കേട്ടോ. അപ്പോൾ ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണം. എന്താ? സർവൈശ്വര്യപരിപൂർണനായ ഭഗവാൻ ശ്രീ മുകുന്ദൻ ശ്രീകൃഷ്ണമൂർത്തി തൻ്റെ അവതാര വിഗ്രഹത്തെ ഈ ഭൂമിയിൽ നിന്ന് പിൻവലിച്ചിട്ട്, അവതാര വിഗ്രഹത്തെ എന്ന് പറഞ്ഞാൽ ശരീരം എന്നർത്ഥം, വിഗ്രഹം എന്ന് പറഞ്ഞാൽ വിഘടിച്ച് നിൽക്കുന്ന പഞ്ചഭൂതങ്ങളെ ഒരുക്കൂട്ടിയിട്ടാണ് നമ്മുടെ ശരീരം ഉണ്ടാക്കുന്നത്. എന്നാൽ അച്ഛൻ്റെ രേതസ് അമ്മയുടെ ഗർഭാശയത്തിൽ പോയി വളർന്ന് വരുന്നതാണല്ലോ കുട്ടി, സംശയമൊന്നുമില്ല. അപ്പോൾ ഒരാൾക്ക് 5 കുട്ടികളുണ്ട്. ഒരു 10-30 കൊല്ലം മുമ്പത്തെ കഥ നോക്കുക. ഇപ്പോഴാണല്ലോ ഒരു കുട്ടി 2 കുട്ടിയൊക്കെ ആയത്. എന്നാലും പലവർക്കും 5 കുട്ടികളൊക്കെ ഉണ്ട്, അത് വേറെ കാര്യം. 5 ആളുടെയും സ്വഭാവം മാറാൻ കാരണം എന്താ? കാരണം ഈ പഞ്ചഭൂതങ്ങളുടെ റേഷ്യോന് വ്യത്യാസം വരും. ചിലവർക്ക് സഹനശക്തി ഉണ്ടാവും, ചിലവർക്ക് സഹനശക്തി ഉണ്ടാവില്ല. ചിലവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശക്തി ഉണ്ടാവും, ബുദ്ധി കൂർമ്മയുണ്ടാവും. ചിലവർക്ക് ബുദ്ധി ഉണ്ടാവില്ല. അത് വിചാരിച്ചിട്ട് നമുക്ക് അവരെ ഒഴിവാക്കാൻ പറ്റുമോ? ആത്മാവുള്ളിടത്തോളം കാലം നമ്മൾക്ക് അവരെ ബഹുമാനിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ബുദ്ധിനെയോ സമ്പത്തിനെയോ നിറത്തിനെയോ ഒന്നും അല്ലല്ലോ നമ്മൾ ബഹുമാനിക്കണത്, ആത്മാവിനല്ലേ. ആ ആത്മാവ് ജഗദീശ്വരനാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം എത്ര ആത്മാക്കളെ സന്തോഷിപ്പിക്കുന്നുണ്ട്, അത്രയും ഈശ്വരാനുഗ്രഹം നമ്മൾക്ക് ഉണ്ടാവില്ലേ ചെയ്യണത്. അത് നമ്മൾ എന്തുകൊണ്ടാണ് മറക്കണത്? ഇത് പറഞ്ഞു തരാൻ അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കാനുള്ള ഒരു താല്പര്യം നമ്മൾക്ക് ഉണ്ടായിട്ടില്ല. ഗുരുവായൂരമ്പലത്തിൽ നമ്മൾ 10-11 ദിവസം പോയി ഭജനം ഇരുന്നു വിചാരിക്കാം. ഭജനം ഇരിക്കണേന് ചില നിഷ്കർഷകളുണ്ട്. എന്താ നിഷ്കർഷകൾ? ക്ഷേത്രം തുറന്നാൽ അത് മുതൽ മൂത്രമൊഴിക്കാനോ പ്രകൃതിയുടെ വിളിക്ക് മാത്രമേ പുറത്തു പോകാൻ പാടുള്ളൂ. പോയാൽ മടങ്ങി വരുമ്പോൾ ആദ്യം കുളിച്ച് കയറണം. കാരണം അതൊക്കെ ശുചി നോക്കിയിട്ടാണ്, ശുചിത്വം നോക്കിയിട്ടാണ്. അപ്പോൾ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ആഹാരം കഴിക്കാവൂ, നാമം ചൊല്ലിക്കൊണ്ടിരിക്കണം. അല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് അവർ നമ്മളറിയുന്ന ആൾക്കാരാണല്ലോ. ഭജന ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാനെ ഭജിക്കണം, അല്ലാണ്ട് അവിടെ വേറെ ആളെ ഭജിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ വീട്ടിൽ 2-3 ആൾക്കാരുണ്ട്. അച്ഛനുണ്ട്, അമ്മയുണ്ട്, അല്ലെങ്കിൽ അമ്മായിച്ചനുണ്ട്, അമ്മായിമ്മയുണ്ട്. അച്ഛനും അമ്മയ്ക്കും കൊടുക്കുന്ന കാപ്പി അല്ലെങ്കിൽ ചായ അതേ ടേസ്റ്റിലാണോ നിങ്ങൾ അമ്മായിയമ്മയ്ക്കും അമ്മായിച്ചനും കൊടുക്കുന്നത്? എന്നാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. അല്ല, സ്വന്തം അച്ഛനമ്മയ്ക്കും കൊടുക്കുന്നത് കുറച്ച് നന്നായിട്ടും മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് കുറച്ച് മോശമായിട്ടുമായി വന്നാൽ ഇനി അതൊക്കെ പോട്ടെ, അവരവർ കുടിക്കുന്ന സ്റ്റാൻഡേർഡ് വീട്ടിൽ വന്നിട്ടുള്ളവർക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ, പണിക്കാർക്ക് കൂടി കൊടുത്തിട്ടില്ലെങ്കിൽ ഈശ്വരൻ നമ്മളെ ശിക്ഷിക്കും. കർമ്മഫലം നന്നാവില്ല. കർമ്മഫലം നന്നാവണമെന്നുണ്ടെങ്കിൽ പന്തിയിൽ ഭേദഭാവന കാണിക്കുക. പന്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണപ്പന്തി മാത്രമല്ല, നമ്മളെ സേവിക്കാൻ, നമ്മുടെ മുറ്റം അടിച്ചു വാരാൻ, നമ്മൾ കഴിച്ച പാത്രങ്ങൾ കഴുകാൻ ഒരു സ്ത്രീ വരുന്നുണ്ടെങ്കിൽ അവരെ നമ്മുടെ അതിഥിയായിട്ട് കണക്കാക്കാൻ സാധിക്കണം. അതൊന്നും പറ്റില്ല രാജേട്ടാ, എന്നാൽ വേണ്ട, ബാഗുകൾ അടച്ചു വയ്ക്കാൻ വേണ്ടത്. കാരണം എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കണ്ട, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കണം. അപ്പോൾ എന്ത് വേണം? ഭേദഭാവന പാടില്ല. ഭഗവാൻ ആവർത്തിച്ച് നമ്മളെ ഉപദേശിക്കുന്നുണ്ട്. നിങ്ങളുടെ പാരാമീറ്റേഴ്സ്, മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള പാരാമീറ്റേഴ്സ് എന്താണ്? ആത്മചൈതന്യമാണ്. എല്ലാറ്റിലും ആത്മചൈതന്യമുണ്ട്. മരിക്കണേൻ്റെ മുമ്പ് കുഴിയിലേക്ക് ഇറക്കി വെക്കില്ലല്ലോ, കത്തിച്ച് കളിയില്ലല്ലോ. ഇപ്പൊക്കെ തുടങ്ങും, അത് വേറെ കാര്യം. തലോണ പ്രയോഗം ഉണ്ടാവും ചിലവർക്ക്, വയറ് കഴുത്തിൽ കുരുക്കി, ഷാള് കുരുക്കി, അതൊക്കെ കലിയുടെ സമ്മർദ്ദമാണ്. അപ്പോൾ ഇത് പറയാൻ കാരണം എന്താ എന്ന് വിചാരിച്ചാൽ, സർവൈശ്വര്യപരിപൂർണനായ ഭഗവാൻ ശ്രീ മുകുന്ദൻ ശ്രീകൃഷ്ണമൂർത്തി തൻ്റെ അവതാര വിഗ്രഹത്തെ ഈ ഭൂമിയിൽ നിന്ന് പിൻവലിച്ച് സ്വസ്ഥാനത്തെ ഏത് ദിവസം പ്രാപിച്ചുവോ അന്ന് മുതൽക്ക് ശ്രേയസാധനങ്ങളെല്ലാം നശിപ്പിക്കുന്ന ദുസ്വഭാവത്തോടു കൂടിയ
കലി ലോകത്തിൽ പ്രവേശിച്ചു. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് അപ്പോൾ ഭഗവാൻ 5000 വർഷം മുമ്പ് പോയില്ലോ സ്വധാമത്തിലേക്ക്. അന്ന് മുതൽക്ക് ഈ കലി ഉണ്ടല്ലോ, അതുകൊണ്ടല്ലേ നമ്മൾ രക്ഷപ്പെടാത്തത്? അങ്ങനെയല്ല. ഭഗവാൻ വാഗ്മയി രൂപത്തിൽ നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ, നമ്മുടെ ശരീരത്തിലുണ്ടല്ലോ. അപ്പോൾ നമ്മളെ കലിയൊക്കെ ബാധിക്കാൻ പാടില്ല. കാരണം എന്താ? ഭഗവാനാണ് എൻ്റെ ഉള്ളിലുള്ള ചൈതന്യം എന്ന് പറഞ്ഞവർക്ക് കലിയുടെ പ്രഭാവം വരില്ല. ആരാണ് നിഷ്കാമനയോടുകൂടി സ്വന്തം താല്പര്യങ്ങളെ തൃണവൽക്കരിച്ച് മറ്റുള്ളവരുടെ ശ്രേയസ്സിന് വേണ്ടി ജീവിക്കണത്? അവരൊക്കെ നേരായിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയാൻ കാരണം. ഇപ്പം ഞാനെന്ന് പറയുന്ന വ്യക്തി ഭാഗവതത്തിൻ്റെ മാധ്യമത്വത്തോടുകൂടി സമ്പാദിക്കാൻ തുടങ്ങിയ ദിവസം മുതൽക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കാതെ കണ്ട് ഇരിക്കുക. കാരണം എൻ്റെ കടമകളും കടപ്പാടുകളും ഞാൻ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ആനന്ദം അനുഭവിക്കുന്നത്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ 2020 ശേഷം. അപ്പോൾ 68 വയസ്സ് 69 വയസ്സ് വരെ അല്ലെങ്കിൽ സംഗതി മഹാമോശമായിരുന്നു. പക്ഷേ I was so strong externally as well as internally. ശരീരം കൊണ്ടും ഞാൻ ആരെയും കൂട്ടാക്കിയിരുന്നില്ല, മനസ്സുകൊണ്ടും. കാരണം എനിക്ക് ആരോടാ പ്രതിബദ്ധത? ഭഗവാനോട് മാത്രം. അപ്പോൾ ദുസ്വഭാവത്തോടു കൂടിയ കലി ഈ ലോകത്തിൽ പ്രവേശിച്ചു. ലോകം നമുക്ക് പുറത്താണ്, ലോകം നമ്മുടെ ഉള്ളിലല്ലല്ലോ. അപ്പോൾ എൻ്റെ ഉള്ളിൽ സാക്ഷാൽ ഭഗവാൻ ശ്രീഹരി മുകുന്ദൻ ഇരിക്കുന്നിടത്തോളം കാലം, ചൈതന്യവത്തായിട്ട് ഇരിക്കുന്നിടത്തോളം കാലം കലി എന്നെ ബാധിച്ചിട്ടില്ല, എന്നെ ബാധിക്കില്ല, നിങ്ങളേനും ബാധിക്കാൻ പാടില്ല. നിങ്ങൾ ഈശ്വരൻ പുറത്താണ് വെച്ചാൽ കലി നിങ്ങളെ ബാധിച്ചിട്ടുണ്ടാവും. ഈശ്വരൻ എൻ്റെ ഉള്ളിലാണ്, ആത്മീയ ചൈതന്യമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ കലി നിങ്ങളെ ബാധിക്കില്ല. 66ാമത്തെ ശ്ലോകം. ദൃഷ്ടോ ദിഗ്വിജയേ രാജ്ഞാ ദീനവശരണം ഗത ന മയാ മാരണീയോ അയം സാരംഗ ഇവ സാരഭുക്. ശ്രദ്ധിക്കുക. ദൃഷ്ടോ ദിഗ്വിജയേ രാജ്ഞാ ദീനവശരണം എന്നാണ്. ദീനവശരണം ഗതാം ന മയാ മാരണീയോ അയം സാരംഗ ഇവ സാരഭുക്. രണ്ടർത്ഥമുണ്ട് അവിടെ. രാജാവിനാൽ, ദിഗ്വിജയെ, ദിഗ്വിജയെന്നാണ്. പക്ഷെ ദിഗ്വിജയെ, ദിക്കുകളെ ജയിക്കുക, കൂട്ടക്ഷരാണത്. അപ്പോൾ ദിഗ്വിജയെന്ന് വായിക്കണ്ട, ദിഗ്വിജയെ. അപ്പോൾ നന്നായി. ഇനിയിപ്പോൾ ദിഗ്വിജയെന്ന് പറഞ്ഞാൽ ആരും നിങ്ങളൊന്നും പറയില്ല. അറിഞ്ഞ് ഉച്ചരിക്കണമെന്നും അറിയാണ്ട് ഉച്ചരിക്കണം കൂടി വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ദിഗ്വിജയെ ദിഗ്വിജയത്തിൽ രാജാവ്, പരീക്ഷിത്ത് രാജാവ് ദിഗ്വിജയം, വടക്കോട്ട് പോവുക, വടക്കുള്ള രാജാക്കന്മാരേനെ ഒക്കെ കപ്പം തെരിയിപ്പിക്കുക, അദ്ദേഹം ചക്രവർത്തിയാവും അല്ലേ. അപ്പോൾ പിന്നെ തെക്കോട്ട് പോയി, പിന്നെ കിഴക്കോട്ട് പോയി, പിന്നെ പടിഞ്ഞാട്ട് പോയി, അങ്ങനെ ദിഗ്വിജയം. അപ്പോൾ ദിഗ്വിജയത്തിൽ ദർശിക്കപ്പെട്ടു, കലീനെ ദർശിക്കപ്പെട്ടു, കണ്ടുമുട്ടി. ദീനവൽ ശരണം ഗത, ദീനനെന്ന പോലെ ശരണം പ്രാപിച്ചു. എന്നെ രക്ഷിക്കണേ, കലി പറയാ, എന്നെ രക്ഷിക്കണേ, എന്നെ കൊല്ലരുതേ, എന്നെ രക്ഷിക്കണേ. അപ്പം നമ്മളോടൊരാൾ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ നമ്മൾ രക്ഷിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഇരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ ദീനനെ പോലെ ശരണം പ്രാപിച്ചു. സാരംഗ ഇവ, ഭ്രമരമെന്ന പോലെ, ഭ്രമരം, സാരംഗ ഭ്രമരം എന്ന് പറഞ്ഞാൽ ഈച്ചയെ പോലെ, വണ്ടിനെ പോലെ എന്നൊക്കെ അർത്ഥം പറയണം. ഭ്രമരത്തിനെ പോലെ മൂളിയിട്ട്. സാരഭു, സാരത്തെ സ്വീകരിക്കുന്ന അല്ലേ, വണ്ട് അല്ലെങ്കിൽ പൂമ്പാറ്റ, തേനീച്ച,
സാരത്തെ പൂവിന് തിന്നുമോ വണ്ട്? ഇല്ല. വണ്ട് മുരണ്ട് വന്നിട്ട് പൂവിൻ്റെ ഉള്ളിലുള്ള രസത്തെ അല്ലേ കഴിക്കുള്ളൂ. ഏതെങ്കിലും കൊതുക് നമ്മുടെ ശരീരത്തിലുള്ള മാംസം ഭക്ഷിക്കുന്നുണ്ടോ? ഇല്ല. അതിൻ്റെ മൂർത്ത കൊമ്പ് നമ്മുടെ ശരീരത്തിൽ ആഴ്ന്ന് ഇറക്കി നമ്മളെ ചോര വലിച്ചു കുടിക്കും. അത്രയൊക്കെ അറിയണ്ടേ നമ്മൾ? സാരബുക്ക്. അപ്പോൾ വേദാന്തത്തിൽ പറയും, ഒരു പൂവ് ഈശ്വരൻ്റെ സ്ഥൂല ശരീരമാണ്. ശ്രദ്ധിക്കണം, അതിൻ്റെ നിറം, അതിൻ്റെ മണം ഈശ്വരൻ്റെ സൂക്ഷ്മ ശരീരമാണ്. അതിൻ്റെ മണം, അതിൻ്റെ നിറം സൂക്ഷ്മം, കാണാൻ പറ്റില്ല, അല്ല അനുഭവിക്കാൻ പറ്റും. മണത്തിന് നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. നിറം കുറേ കഴിഞ്ഞാൽ ഫെയ്ഡാവും. അപ്പോൾ എന്താ പറഞ്ഞതിൻ്റെ താല്പര്യം? സ്നേഹത്തിനെ കാണാൻ പറ്റില്ല, സ്നേഹിക്കുന്ന ആളെ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മളൊരു കല്യാണ റിസപ്ഷന് പോയി, എല്ലാവരും നമ്മളെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുമോ? അല്ലെങ്കിൽ ഓടി വന്ന് ഷേക്ക് ഹാൻഡ് തരുമോ? ഓടി വന്ന് ഹഗ് ചെയ്യുമോ? സ്വന്തം കുട്ടികളല്ലാത്ത കുട്ടികളേന് നമ്മൾ ഹഗ് ചെയ്യണില്ലേ? എന്താ കാരണം? ഫീലിംഗ്. അപ്പോൾ വണ്ടുകൾ ഉണ്ടാക്കിയിട്ടുള്ളതാണോ ഈ പൂക്കൾ? അല്ല, പ്രകൃതിയുടെ പ്രധാനമാണ്, അവരുടെ ആഹാരമാണ് തേന്. എന്നാൽ അവരാണോ തേന് കഴിക്കണത്? അല്ല, അവർ തേന് സ്വരൂപിച്ച് വയ്ക്കുകയാണ്. ആർക്ക് വേണ്ടിയിട്ട്? മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഭാഗവത് ഇപ്പോൾ എവിടെ എത്തി? മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കലാണ്. പൂക്കൾ ആർക്ക് വേണ്ടിയിട്ടാണ് വിരിയണത്? കായ്കൾ ആർക്ക് വേണ്ടിയിട്ടാണ് പഴുക്കണത്? ഇതിനൊന്നും ഉത്തരം കാണാതെ കൊണ്ട് എന്നെ രക്ഷിക്കണേ ഭഗവാനെ എന്ന് മാത്രം പറഞ്ഞാൽ ഭഗവാൻ എങ്ങനെ രക്ഷിക്കുക? എനിക്ക് നല്ല മാർക്ക് കിട്ടണേ, പഠിച്ച കുട്ടി പറയണു, പഠിക്കാത്ത കുട്ടിയും പറയണു. ഭഗവാൻ ആരുടെ കാര്യം കേൾക്കുക? അപ്പോൾ സാരത്തെ സ്വീകരിക്കാൻ നമ്മൾ സാധിക്കണം. ഭാഗവത സാരത്തെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്, സാരത്തെ സ്വീകരിക്കുന്ന അയം ഇവൻ മയാ എന്നാൽ നമാരണീയ, ഹനിക്കപ്പെടുവാൻ യോഗ്യനല്ല. നമാരണീയ, ഹനിക്കപ്പെടാൻ യോഗ്യനല്ല. കാരണം എന്താ? എന്നെ ശരണം പ്രാപിച്ചു. പഠിക്കുന്ന മകൻ അമ്മ പഠിക്കുന്ന മകന് മാത്രമേ ചോറ് കൊടുക്കൂ? അല്ല. ബുദ്ധിയില്ലാത്ത കുട്ടിക്ക് അമ്മ ചോറ് കൊടുക്കണില്ലേ? ബുദ്ധിയില്ലാത്ത കുട്ടീനെ മൂത്രമൊഴിപ്പിച്ച് അപ്പിട്ട് ശൗചിപ്പിക്കണില്ലേ? ഇതിനൊക്കെ നിങ്ങൾ ഉത്തരം പറയണം. അപ്പോൾ ഇവിടെ പറഞ്ഞത് ഹനിക്കപ്പെടുവാൻ യോഗ്യനല്ല, കാരണം എന്നെ അഭയം പ്രാപിച്ചു. പരീക്ഷിത്ത് മഹാരാജാവ് ദിഗ്വിജയത്തിനായി സഞ്ചരിക്കുന്ന സമയം കലിയുടെ സ്വരൂപത്തെ കണ്ട് മനസ്സിലാക്കാനുള്ള കഴിവ് ആർക്കുണ്ടായിരുന്നു? ഇപ്പോൾ നമ്മൾ ഒരു പീടികയിൽ പോയി ഒരു സാരി വാങ്ങുകയാണ്, ഷർട്ട് പീസ് വാങ്ങുകയാണ്, മുണ്ട് വാങ്ങുകയാണ്. ഇതിൻ്റെ ടെക്സ്ചറിനെ പറ്റി നമുക്ക് എന്താ അറിയാം? ക്വാളിറ്റി നമുക്കൊന്നും അറിയില്ല. കുറച്ച് മിനുസുണ്ടോ എന്ന് നോക്കും നമ്മൾ, അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ടെക്സ്റ്റൈൽ എൻജിനീയറിങ് ടെക്നോളജി അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം, സ്വരൂപത്തെ കണ്ട് മനസ്സിലാക്കി സംഹരിപ്പാനൊരുങ്ങിയ ഉടനെ കലി ദീനഭാവത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് രാജാവിനെ ശരണം പ്രാപിച്ചു. ദീനഭാവത്തെ പ്രകാശിപ്പിച്ചു. നമ്മൾക്കൊക്കെ ഉണ്ട്, രണ്ട് ഭാവമുണ്ട്. ഡോക്ടർ അസുഖം മാറ്റുമ്പോൾ നമ്മൾ ഡോക്ടറെ ആരായിട്ട് കാണും? ഈശ്വരനായിട്ട് കാണും. ഡോക്ടറുടെ ബില്ല് വരുമ്പോൾ നമ്മൾ ഡോക്ടറെ ആരായിട്ട് കാണും?
യമഭട രാജധാനിയിലത്തെ ചിത്രഗുപ്തനെ പോലെ ഓരോ വിസിറ്റിന് ഇത്ര രൂപ, അല്ലേ ഇല്ലേ? അതാണ്. അപ്പോൾ ഈ ദൈവതുല്യനായിട്ട് കണ്ട ആളെന്നെയാണ് നമ്മൾ ചിത്രഗുപ്തനായിട്ട് കാണുന്നത്. ഓ, ഇയാളൊക്കെ ഓർമ്മിച്ച് എഴുതിയിട്ടുണ്ടല്ലോ, അപ്പം ഇയാളായി. അച്ഛനമ്മ ബാങ്ക് ഡിപ്പോസിറ്റ് ഇല്ലാതെ കണ്ടാണ് മരിച്ചത് വിചാരിച്ചാൽ അവരെ നിന്ദിക്കുന്ന മക്കൾക്ക് നരകം ഫലം. അച്ഛനമ്മമാരെ ഒന്നും സമ്പാദിച്ചിട്ടില്ലെങ്കിലും അവരെ മാതൃദേവോ ഭവ പിതൃദേവോ ഭവ ഭാവത്തിൽ കാണുന്നവർക്ക് ഐശ്വര്യപൂർണമായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാവുന്നുള്ളത് 100% ഉറപ്പാണ്. ഐ ആം സോ സീരിയസ്. ഈ സബ്ജക്റ്റിൽ ഞാൻ സീരിയസ് ആണ്. അപ്പോൾ ഇവിടെ ദീനഭാവത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് രാജാവിനെ ശരണം പ്രാപിച്ചു. ശരണാഗതനെ സംഹരിക്കുന്നത് ധർമ്മമല്ലെന്നു മാത്രമല്ല, ധർമ്മം എന്താണെന്ന് അറിയണം. എന്നെ ചവിട്ടരുത് എന്ന് പറഞ്ഞ് എൻ്റെ കാലിൽ അള്ളിപ്പിടിച്ചാൽ, അല്ലേ? ഇപ്പോൾ സാധാരണ എന്താ നിറപറയൊക്കെ വെച്ച് വളക്കൊക്കെ വെച്ച് അഗ്നിസാക്ഷിയാക്കി കല്യാണം കഴിച്ച സ്ത്രീനെ ചവിട്ടുമ്പോൾ എന്നെ ചവിട്ടരുത് ഏട്ടാ എന്ന് പറഞ്ഞിട്ടും ചവിട്ടുന്ന ആൾക്കാരില്ലേ? അപ്പോൾ കലി ആരാന്നുള്ളത് നമുക്ക് മനസ്സിലാവണില്ലേ? അസുഖം വന്നവരെ ചികിത്സിക്കാൻ ശുശ്രൂഷിക്കാൻ അറിയണം. സ്ത്രീക്ക് പുരുഷനെയും പുരുഷൻ സ്ത്രീനെയും. അതറിഞ്ഞിട്ടില്ലെങ്കിൽ മോശമാണ്. അതിനിപ്പോൾ ഒരു ഡോക്ടറാവണ്ട, ശുശ്രൂഷിക്കാൻ നേഴ്സന്നെ വേണമെന്നില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞു, ധർമ്മം ശരണാഗതനെ സംഹരിക്കുന്നത് ധർമ്മമല്ലെന്ന് മാത്രമല്ല, പുഷ്പങ്ങളിൽ നിന്ന് സാരം മാത്രം സ്വീകരിക്കുന്ന വണ്ടെന്ന പോലെ സാരാംശം സ്വീകരിക്കുന്നതായ ഗുണമുള്ള രാജാവ് ആ ഗുണം കലിക്കും ഉണ്ടെന്ന് കണ്ടപ്പോൾ സംഹരിക്കാതെ വിട്ടുകളഞ്ഞു. അതാണ്. അതായത് പൂവിനെ നശിപ്പിച്ചിട്ടില്ലല്ലോ. പൂവിലത്തെ രസം വണ്ട് പൂമ്പാറ്റ കൊണ്ടുപോയി. അത് വിചാരിച്ചിട്ട് വണ്ടിനെ ശിക്ഷിക്കാൻ പറ്റുമോ? എന്നാൽ പിന്നെ നമ്മൾ തേനെങ്ങനെ കിട്ടും? തേനെങ്ങനെ ഉണ്ടാവും? നമുക്ക് തേനെങ്ങനെ കിട്ടും? എന്നാൽ നമുക്ക് തേനീച്ചകളാണ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് ആരെങ്കിലും പത്മശ്രീ ഇത് അവർ കൊടുത്തിട്ടുണ്ടോ? അപ്പോൾ അതിന് വിട്ട് കളഞ്ഞു എന്ന് പറഞ്ഞു. അത്രയും ആയപ്പോൾ 67-ാമത്തെ ശ്ലോകമായി. 67-ാമത്തെ ശ്ലോകം എന്താ? യത് ഫലം നാസ്തി തപസ ന യോഗേന സമാധിന തത്ഫലം ലഭതേ സമ്യക് കലോ കേശവകീർത്തനാത്. ഒരു 1.5 ശ്ലോകമാണത്. അവിടെ സമ്യക് കലോ എന്നാണ്, പക്ഷേ അങ്ങനെയല്ല വായിക്കുക. സമ്യക് കലോ കൂട്ടക്ഷര ഖ എന്നുള്ളതിനെ പിരിച്ച് 2 ക പ്ലസ് ക ആണ് ഖ. ഞാനൊരു ഷോർട്ട് ആൻഡ് ഇൻസ്ട്രക്ടറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അത് കാരണം എനിക്ക് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം. എനിക്ക് വലിയ പഠിപ്പില്ലെങ്കിലും ഞാൻ പഠിപ്പിക്കും. അപ്പോൾ ഇവിടെ യത് ഫലം നാസ്തി തപസ ന യോഗേന സമാധിന തത്ഫലം ലഭതേ സമ്യക് കലോ കേശവകീർത്തനാത്. അതായത് തപസ്സുകൊണ്ടും യോഗം കൊണ്ടും സമാധി കൊണ്ടും കിട്ടാത്ത ഫലം കലികാലത്ത് സമഭാവനയോടുകൂടി, എന്താ സമഭാവന? എല്ലാ ജീവജാലങ്ങളും ആത്മാവ് ഒന്നാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കേശവനെ കീർത്തിച്ചാൽ ഫലം കിട്ടിയെന്നാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ തപസ് ചെയ്യേണ്ട ആവശ്യമില്ല. യോഗം, ഭക്തിയോഗം അത് പറയാം, കർമ്മയോഗം ചെയ്യേണ്ട ആവശ്യമില്ല. സമാധി ഒന്നും വേണ്ട. തത്ഫലം ലഭതേ കിട്ടും. എങ്ങനെ? സമ്യക് കലോ കേശവകീർത്തനാത്. ആ ശ്ലോകം ഒന്നുകൂടിയും പറയാം. യത്ഫലം നാസ്തി തപസാ ന യോഗേന സമാധിന
തത്ഫലം ലഭതേ സമ്യക് കലോ കേശവകീർത്തനാത്. തപസ്സുകൊണ്ടും യോഗേന യോഗം കൊണ്ടും സമാധി കൊണ്ടും യത് ഫലം നാസ്തി യാതൊരു വിധമായ ഫലം ഇല്ലയോ തത്ഫലം ആ ഫലം കലിയിൽ കേശവകീർത്തനത്തിൽ നിന്ന് ലഭതേ എന്ന് പറഞ്ഞാൽ ലഭിക്കുന്നു. അപ്പോൾ തപസ്സുകൊണ്ടും യോഗം കൊണ്ടും സമാധി കൊണ്ടും യത് ഫലം നാസ്തി യാതൊരു വിധമായ ഫലമില്ലയോ തത്ഫലം ആ ഫലം കലിയിൽ കേശവകീർത്തനത്തിൽ നിന്ന് ലഭിക്കുന്നു. ഇതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞു നിർത്താം. സംഹരിക്കാതെ വിടുവാൻ തക്കവിധം കലിയിൽ കണ്ടതായ ഗുണാംശത്തെ കാണിക്കണം. എന്തുകൊണ്ടാണ് കലികാലത്ത് കലിയെ കൊന്നില്ല പരീക്ഷിത് മഹാരാജാവ്? ആ കലിയിൽ കണ്ട ഗുണം എന്താണ്? തപസ്, യോഗം, സമാധി എന്നിവ കൊണ്ട് ലഭിക്കാത്തതായ പരമഫലം കലിയിൽ ശ്രീ ഹരിനാമ സങ്കീർത്തനം കൊണ്ട് ജനങ്ങൾക്ക് ലഭിക്കും. പക്ഷേ ഇവിടെ കീർത്തനം എന്ന് പറഞ്ഞാൽ ഈ പ്രിൻ്റഡ് ശ്ലോകങ്ങൾ ഒരു 100-120 മൈൽ സ്പീഡിൽ വായിച്ചത് കൊണ്ടോ കാണാൻ പാഠം പഠിച്ചതുകൊണ്ടോ ആയില്ല. അതിൻ്റെ അർത്ഥം അറിയണം, വാക്കുകളുടെ അർത്ഥം അറിയണം. അല്ലെങ്കിൽ പാത്രം കമത്തി വെച്ച് വെള്ളം ഒഴിച്ച കൂട്ടത്തിലാവും. അപ്പോൾ നമ്മൾ എത്ര സ്പീഡിൽ വായിച്ചു, എത്ര സ്പീഡിൽ ഉച്ചരിച്ചു എന്നല്ല, അതിലെ സാരാംശം മനസ്സിലാക്കിയാൽ പോരാ, ജീവിതത്തിലേക്ക് പ്രവർത്തിക്കാൻ സാധിക്കണം. ടൈലർക്ക് വെട്ടാനും അറിയണം, തുന്നാനും അറിയണം. ഡോക്ടർക്ക് കീറാനും മുറിക്കാനും തുന്നാനും അറിയണം. തുന്നുമ്പോൾ കത്തിരിയും പഞ്ഞിയും അതിൻ്റെ ഉള്ളിൽ ഇടാതെണ്ടിരിക്കാനുള്ള ബുദ്ധി ഉണ്ടാവണം. ഇതൊക്കെ ബാധകമാണ് അതിന്. അപ്പോൾ ഇവിടെ പറഞ്ഞു, സംഹരിക്കാതെ വിടുവാൻ തക്കവിധം കലിയിൽ കണ്ടതായ ഗുണം പരമമായ കലിയിൽ ശ്രീഹരിനാമ സങ്കീർത്തനം കൊണ്ട് ശ്രവണം, കീർത്തനം, മനനം, ശ്രവിക്കണം, കീർത്തിക്കണം, മനനം ചെയ്യണം, ജനങ്ങൾക്ക് ലഭിക്കുന്നു പറഞ്ഞു. തപസ് മുതലായത് സാധിപ്പാൻ അതിക്ലേശം അനുഭവിക്കണം, തപസ്സനുഷ്ഠിക്കാൻ. നാമസങ്കീർത്തനമോ സുഖകരാണ്. എളുപ്പ വഴിയിൽ കൂടെ ഉത്കൃഷ്ട പുരുഷാർത്ഥത്തെ കലിയിൽ സാധിക്കാമെന്നാണ് രാജാവ് കണ്ടതായ വിശേഷം. ഉത്കൃഷ്ടമായ ഫലം നമ്മൾക്ക് ഉണ്ടാവും കലികാലത്ത്. നാമസങ്കീർത്തനം, ഭാഗവത സങ്കീർത്തനം. പക്ഷേ അതിലുള്ള തത്വശാസ്ത്രങ്ങളെ അറിഞ്ഞുകൊണ്ട് നമ്മൾക്ക് ജീവിക്കാൻ സാധിക്കണം എന്ന് പറയാതെ എന്തിക്കാൻ വയ്യ. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.